അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ 3-ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നല്ലൊരു സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം നമുക്ക് കിട്ടിയാലും അല്ലെങ്കിൽ ഏതൊരു വസ്തു നമുക്ക് ലഭ്യമായാലും അതിൻ്റെ ന്യൂനതകളാണ് നമ്മൾ കണ്ടെത്താൻ കഴിയുന്നത്. വലിയൊരു വെള്ള തുണിയിൽ ചെറിയൊരു കറുപ്പ് പുള്ളി കണ്ടാൽ ആ പുള്ളിയെ നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും. എന്നാൽ അതിലുള്ള നല്ല ഭാഗങ്ങളെ നമ്മൾ കണ്ടെത്താൻ സമയം കണ്ടെത്താറില്ല. നമ്മൾ ആലോചിച്ച് നോക്കും, മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു തയ്യൽക്കാരൻ്റെ അടുത്തു പോയി അദ്ദേഹത്തിന് ഒരു കുപ്പായം തുന്നാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയാണ്. ഇമാം ഷാഫി തങ്ങളെ ഈ തയ്യൽക്കാരന് തുന്നൽക്കാരന് ഒരിക്കലും പരിചയമില്ല. ഇമാം ഷാഫി തങ്ങളെ ഒന്ന് കളിയാക്കാൻ, ഒന്ന് തമാശയാക്കാൻ വേണ്ടി അയാൾ വസ്ത്രം തുന്നി. ഒന്ന് ഇടുങ്ങിയ കൈയും മറ്റൊന്ന് വിശാലമായ കൈയുമായി, രണ്ടും ഒരു ചേർച്ചയില്ലാത്ത രീതിയിൽ. ഇമാമുന ഷാഫിഈ തങ്ങൾ ഈ ഷർട്ട് വാങ്ങിയിട്ട് പരിശോധിച്ചു നോക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് പറയാണ്, നിങ്ങൾ ഇത് വളരെ ചിന്തിച്ചുകൊണ്ടാണല്ലോ ചെയ്തിരിക്കുന്നത്, അതിന് നിങ്ങൾക്ക് നന്ദി. ഈ തയ്യൽക്കാരൻ അത്ഭുതപ്പെടുന്നു, എന്താണ് ഇതിലുള്ള ഞാൻ നടത്തിയ ചിന്ത? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇടുങ്ങിയ കൈ വുളൂ ചെയ്യുമ്പോൾ മടക്കി വെക്കാൻ സുഖമാണ്, അതുപോലെ വിശാലമായ കൈ വല്ല എഴുത്തുകുത്തുകളും കിട്ടിയാൽ അത് സൂക്ഷിച്ചു വെക്കാനും നല്ല ഉപകാരമാണ് എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. ഇമാം ഷാഫി തങ്ങൾ ഈ മഹാനാണ് എന്ന് ഈ തയ്യൽക്കാരൻ അറിയില്ല. അപ്പോഴാണ് രാജകൊട്ടാരത്തിൽ നിന്ന് ഒരാൾ വലിയ ഒരു പാരിതോഷികവുമായി ഇമാം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് നൽകിയപ്പോൾ പറഞ്ഞു, എൻ്റെ കുപ്പായം വളരെ ചിന്തിച്ചുകൊണ്ട് തുന്നിയെടുത്ത ഈ തയ്യൽക്കാരന് കൊടുക്കൂ എന്ന്. അങ്ങനെ ഈ ചരിത്രം വിശാലമായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമുക്ക് ഏതൊരു കാര്യങ്ങൾ ലഭ്യമായാലും അതിനുള്ള ന്യൂനതകളെ നമ്മൾ നോക്കാതെ അതിൽ നിന്നുള്ള നല്ല വശങ്ങളെ നമ്മൾ നോക്കേണ്ടവരാണ്. ഒരു നായ ചത്ത് കിടക്കുമ്പോൾ അതിനെ ആക്ഷേപിച്ച സ്വഹാബാക്കൾക്ക് മുമ്പിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ടത് അതിൻ്റെ പല്ലിൻ്റെ വെളുപ്പാണ്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും നമുക്ക് നൽകാനുള്ളത് അതിൻ്റെ നല്ല വശങ്ങളെയാണ്. അത് മനുഷ്യ ജീവിതത്തിലായാലും മറ്റുള്ള ഏത് കാര്യങ്ങളിലായാലും അതിൻ്റെ നല്ല വശങ്ങളെ നമ്മൾ കണ്ട് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.